ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീം. വളരെ സ്വാദിഷ്ടമായ മാംഗോ ഐസ്ക്രീം വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. മാംഗോ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ വലിപ്പത്തിലുള്ള 2 പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മാംഗോ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത മാങ്ങ നോക്കി പുളിപ്പില്ലാത്തത് നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി മാങ്ങ തൊലി കളഞ്ഞ് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. കട്ട് ചെയ്ത മാങ്ങ കഷ്ണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 200 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മാംഗോ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാംഗോ പൾപ്പും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാംഗോ പൾപ്പും ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മാംഗോ ഐസ്ക്രീം തയ്യാറാക്കുന്നതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം അവരവരുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലോ ഒരു ബൗളിലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. കുറഞ്ഞത് 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കണം. എന്നാലേ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വരത്തുള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീം നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാം. ഇനി ഈ ട്രേയിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീം മിക്സ് ഒരു ട്രേയിൽ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി സെറ്റാക്കി എടുക്കാം. ഐസ്ക്രീം തണുത്ത സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് 8 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇനി ഇത് ഫ്രീസറിലേക്ക് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാംഗോ ഐസ്ക്രീം തുറന്നു നോക്കാം. ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ മാംഗോ ഐസ്ക്രീം നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.